തൊട്ട് കൊടുത്താൽ മതി, ചുമ്മാ അങ്ങ് ഇറങ്ങി പോകും കേട്ടോ. നമ്മൾ അധികം ബലം കൊടുക്കേണ്ട പോലും കാര്യമില്ല. ഈ 5 ഇഞ്ച് വലുപ്പമുള്ള തടിയാണ്, വളരെ സിമ്പിൾ ആയിട്ട് കട്ടായി പോകുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ഏത് തടി മുറിക്കാം നമുക്ക്. ഹായ് ഫ്രണ്ട്സ്, ദിൽജിത്താണ്. നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇത് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാളാണ്. ഇപ്പൊ ഇത് സാധാരണ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് തടി മുറിക്കാൻ ഉപയോഗിക്കാറുണ്ട്, പൈപ്പ് മുറിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫ്രെയിമിലോട്ട് ഒരു പ്രത്യേക വാൾ നമ്മൾ കയറ്റാൻ പോവാണ്. ഇപ്പൊ സാധാരണ ഇത് ആക്സോ ബ്ലേഡ് ഉപയോഗിക്കാം. നമ്മൾ ഈ ആക്സോ ബ്ലേഡ് എടുത്ത് കഴിഞ്ഞിട്ട് പ്രത്യേക വെറൈറ്റി വാൾ, നല്ല മൂർച്ചയുള്ള വാൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് ഇറങ്ങാം. അപ്പൊ നമ്മുടെ വാൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് ചെയിൻസോയുടെ ചെയിനാണ്, അതായത് നമ്മുടെ മരം മുറിക്കുന്ന മെഷീൻ്റെ ചെയിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഫ്രെയിമിൽ നിന്ന് ബ്ലേഡ് ഊരി മാറ്റണം. അപ്പോൾ നമ്മൾ ഈ ബ്ലേഡിൻ്റെ നീളത്തിലാണ് ഈ ചെയിൻ മുറിച്ചെടുക്കണത്. പക്ഷേ ഈ ബ്ലേഡിൻ്റെ നീളത്തിൽ ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടിയാലും കുഴപ്പമില്ല, കാരണം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ഏകദേശം ഈ ബ്ലേഡിൻ്റെ നീളത്തിൽ വെച്ചിട്ട് എടുക്കുന്നത്. ഞാനിത് എടുക്കുന്നത് ഹാക്സോ ബ്ലേഡിനേക്കാൾ നീളത്തിലാണ് എടുത്തേക്കുന്നത്. ഫ്രെയിമിൽ ലോക്ക് ചെയ്യാൻ വേണ്ടി കോൺ പോലത്തെ വശമാണ് വേണ്ടത്. ഈ കോൺ പോലത്തെ വശമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോക്കാണ് നമുക്ക് എടുത്ത് കളയേണ്ടത്. ഇങ്ങനെ ക്രോസ് ചെയ്ത് നോക്കണം, ലോക്ക് എടുത്ത് കളയണം. അപ്പം നമുക്ക് ഈ ത്രികോണം പോലത്തെ ഈ ഒരു പോർഷനാണ് നമുക്ക് എടുക്കേണ്ടത്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചെയിൻ കട്ട് ചെയ്യാൻ പോവാണ്. സേഫ്റ്റി പ്രിക്കോഷൻ നോക്കണം, അതുകൊണ്ട് നമ്മൾ സേഫ്റ്റി ഗ്ലാസ് വെച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ചെയിൻ പിടിപ്പിക്കുന്നത് അത്ര ഈസി അല്ല, കാരണം ഇത് കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് ഉപയോഗിക്കണം. അപ്പോൾ ആദ്യത്തെ വശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ വശത്തോട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ബ്ലേഡിന് നീളത്തിൽ നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ട്. ഏകദേശം ഹാക്സോ ബ്ലേഡിന്റെ നീളത്തിൽ തന്നെ എടുത്തേക്കണം. അപ്പൊ നമ്മൾ ഈ രണ്ട് വശവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ചെയിൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഈ ത്രികോണിക്കൽ പോർഷൻ, ഈ പോർഷൻ രണ്ട് നമ്മൾ ലോക്ക് ചെയ്യണം. അപ്പോൾ ലോക്ക് ചെയ്യാൻ വേണ്ടി ഫ്രെയിമിന്റെ അപ്പുറം ഇപ്പുറം ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പോർഷനാണ് ഇത്. ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കണ്ടത് ഹാക്സോ ബ്ലേഡിനുള്ള പോലെ തന്നെ ഹോൾ കണ്ടോ, ഈ ഹോൾ ഇതുപോലെ തന്നെ കിട്ടണം. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളിത് ഫ്രെയിമിലോട്ട് മുറുക്കുവാണ്. ഫ്രെയിമിലോട്ട് മുറുക്കി വെച്ചിട്ടാണ് ബാക്കി പരിപാടി. ഈ ഒരു പോർഷൻ ചെറുതായിട്ട് നകത്തി കൊടുക്കണം. സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഇട്ടിട്ട് ചെറുതായിട്ട് നകത്തി കൊടുക്കണം. ഹാക്സോ ബ്ലേഡിനൊക്കെ ഇച്ചിരി കൂടെ കട്ടി കൂടുതൽ, അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് നകത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ചെയിൻ ഇതിലോട്ട് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു പോർഷനാണ് നമുക്ക് തടി കട്ടാൻ സഹായിക്കുന്നത്. ഇതിൻ്റെ ഈ ടീത്ത് താഴത്തോട്ട് തന്നെ രീതിയിലാണ് നമുക്ക് ഫ്രെയിമിൽ മുറുക്കേണ്ടത്. ഇതിലാണ് ഇതിൻ്റെ മൂർച്ച ഇരിക്കണേ. ഇതാണ് നമ്മുടെ മരം കട്ട് ചെയ്യാൻ യൂസ് ചെയ്യണത്. കട്ട് ചെയ്ത ചെയിൻ്റെ ആദ്യത്തെ പോർഷൻ നമ്മൾ ഫ്രെയിമിലോട്ട് കയറ്റുവാണ്. അപ്പോൾ നമ്മൾ ഫ്രെയിമിലോട്ട് ആദ്യത്തെ ഒരു പോർഷൻ കയറ്റി ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആണി ഇതിലോട്ട് ലോക്കാവുകയാണ്. നമ്മൾ ആദ്യത്തെ പോർഷൻ കയറ്റി ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രെയിമിൻ്റെ രണ്ടാമത്തെ പോർഷനിലോട്ട് കയറ്റുവാണ്. ഇപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നീളം കൂടിയാലും കുറയാനും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതിലോട്ട് കയറ്റി ലോക്ക് ചെയ്യാൻ പോവാണ് ഈ വശം. അപ്പോൾ നമ്മൾ ഫ്രെയിമിലോട്ട് ഈ ചെയിൻ കയറ്റി ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ലൂസായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ശരിക്കും നല്ലപോലെ ടൈറ്റ് ചെയ്യണം. അപ്പോൾ അതായത് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാള് റെഡി ആയേക്കുവാണ്. അപ്പോൾ ഈ തടി എന്ന് പറഞ്ഞാൽ 5 ഇഞ്ച് വലുപ്പമുള്ള തടിയാണ്. ഈ തടി നമ്മൾ മുറിച്ച് നോക്കാൻ പോകുന്നത്. നമ്മുടെ വാള് സക്സസ് ആണോ നോക്കണ്ടേ. അപ്പോൾ നമ്മൾ തടി ഇവിടെ എടുത്ത് വെച്ചിട്ട് മുറിക്കാൻ പോവാണ്. അപ്പോൾ സിമ്പിളായിട്ട് കട്ടായി പോകുന്നുണ്ട്. നമ്മൾ അധികം ബലമൊന്നും കൊടുത്തിട്ടില്ല, വളരെ സിമ്പിളായിട്ട് കട്ടായി പോകുന്നുണ്ട്. അതേ വളരെ സിമ്പിളായിട്ടാണ് ഇത്. 5 ഇഞ്ച് വലുപ്പമുള്ള തടിയാണ്, വളരെ സിമ്പിളായിട്ട് കട്ടായി പോകുന്നുണ്ട്. നമ്മുടെ ചെയിൻ വർക്ക് ചെയ്യണ പോലെയൊക്കെ തന്നെയാണ് നമ്മുടെ ചെയിൻ വാൾ വർക്ക് ചെയ്യണ പോലെയൊക്കെ തന്നെ. ഇത് നമ്മുടെ ബലം കൊടുക്കണമെന്നേ ഉള്ളൂ. ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കട്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് കട്ടായി പോകുന്നുണ്ട്. കാരണം നമ്മൾ ഏകദേശം ഇത്രയും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതിയോളം കട്ട് ചെയ്തിട്ടുണ്ട്. നിസാര സമയം കൊണ്ടാണ് പകുതിയോളം കട്ട് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ പരീക്ഷിക്കാവുന്ന കാര്യമുള്ളൂ. നമുക്ക് ഈ ചെയിൻ വാൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ഏത് തടി കട്ട് ചെയ്യാം. നമ്മുടെ വീട്ടിൽ നമുക്ക് വാക്കത്തിക്കിട്ട് വെട്ടിയാൽ മുറിയാത്ത തടി വരെ ഇതും കൊണ്ട് സിമ്പിളായിട്ട് കട്ട് ചെയ്യാം. അതായത് നമ്മുടെ തടി മുറിയാൻ പോവാണ്. വളരെ ഈസി ആയിട്ട് ഏത് തടി മുറിക്കാം നമുക്ക്. നമ്മുടെ വീട്ടിലെ ചെറിയ മരമൊക്കെ ഉണ്ടെങ്കിൽ മരം വെട്ടുകാരനെ വിളിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ മുറിക്കാവുന്ന കേസുണ്ട്. അപ്പോൾ നമ്മുടെ ചെയിൻ വാൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുഞ്ഞു കുഞ്ഞു മരങ്ങളൊക്കെ മുറിക്കാൻ പറ്റും. ഇത് തൊട്ട് കൊടുത്താൽ മതി, ചുമ്മാ അങ്ങ് ഇറങ്ങിപ്പോകും കേട്ടോ. ചുമ്മാ സിമ്പിളായിട്ട് ഇറങ്ങിപ്പോകും. നമ്മൾ അധികം ബലം കൊടുക്കേണ്ട പോലും കാര്യമില്ല. ഇത് ഒറ്റത്തടിയായിരുന്നു, നമ്മൾ ചെയിൻ വാൾ ഉപയോഗിച്ച് നമ്മൾ മുറിച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെറിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മുറിക്കാം, മരം വെട്ടുകാരനെ വിളിക്കേണ്ട ആവശ്യമില്ല, ഈ ചെയിൻ വാൾ കൊണ്ട് മുറിക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ചെയിൻ വാൾ വെച്ച് നമുക്ക് 10 ഇഞ്ച് വരെയുള്ള മുറം മുറിക്കാം. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഈ സിമ്പിളായിട്ടാണ്, വളരെ സിമ്പിളായിട്ടാണ് മുറിച്ചേക്കണത്.